ഇന്ന് ആലുവ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ നടതുറക്കുത്സവത്തിൻ്റെ തുടക്കമാണ്. ആ തുടക്കം ഇതാണ്. അകൂർ മനയിൽ നിന്ന് ദേവിയുടെ തിരുവാഭരണം ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന ചടങ്ങാണിത്. ഇപ്പോൾ ഇത് 4 മണിക്ക് തുടങ്ങിയതാണ്. 8 മണിയാകുമ്പോഴേക്കും ഇത് ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ 8 മണിക്ക് നട തുറക്കും. പിന്നെ 12 ദിവസം ദേവീ ദർശനത്തിനുള്ള സമയമാണ്. ഇന്ന് ലോക്കൽ ആൾക്കാരുടെ തിരക്കാണ് ഉള്ളത്. നാളെ മുതലാണ് പുറമേ നിന്നുള്ള ആൾക്കാർ അധികം എത്തിച്ചേരുന്നത്. എന്നിട്ടും ഇപ്പോൾ നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. അത് ബസ് സ്റ്റാൻഡാണ്. ട്രാൻസ്പോർട്ട് ബസ് അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പിറകിൽ പ്രൈവറ്റ് ബസ്സുകളും പാർക്ക് ചെയ്യുന്ന ബസ് സ്റ്റാൻഡാണത്. ഇനി ആ ദേവി വിഗ്രഹം ഒന്ന് കാണാം. ഇതാണ് തെക്ക് നിന്നെത്തുന്നവരൊക്കെ ആ വഴിയാണ് വരുന്നത്. അതാണ് പെരിയാറിന് കുറുകെയുള്ള പാലം. അത് കഴിഞ്ഞാൽ മാറമ്പള്ളി ബസ് സ്റ്റോപ്പാണ്. കാവടിയാട്ടമാണ്. ആ മൂലയ്ക്കാണ്. ഇത് കണ്ടോ, നാട്ടിലെ ഉള്ള ജനങ്ങൾ മാത്രമാണ് ഇന്നത്തെ ദിവസം പങ്കെടുക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ചില കൊല്ലങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ 10-27 പറമ്പുകളുണ്ട് ഇവിടെ. 10-27 പറമ്പുകൾ കാറിന് വേണ്ടി മാത്രമുണ്ട്. ബസ്സിന് വേറെ, ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനൊക്കെ വേറെ 2 ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ.
നാട്ടിലെ സ്ഥാപനങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇതൊരു സൊസൈറ്റിയാണ്, സർവീസ് സൊസൈറ്റി. അതാണ് ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്തേക്ക് അധികം പോകുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.